ഈ ചൂടുകാലത്തെ നമ്മുടെ റൂം AC ഇല്ലാതെ തന്നെ നല്ല തണുപ്പിച്ചെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സൂത്രമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അടച്ചിട്ട റൂമിൽ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ പുറത്തുള്ള ചൂട് നമുക്ക് അറിയത്തേയില്ല. ഒരുപാട് ചിലവൊന്നുമില്ല കേട്ടോ. 2 സ്പോഞ്ച് വാങ്ങുന്ന കാശ് മാത്രമേ നമുക്ക് ചിലവാകത്തുള്ളൂ. ഇന്ന് നമ്മൾ ആ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വീട് AC പോലെ തണുപ്പാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 2 സ്പോഞ്ചാണ്. ഇത് വാങ്ങാനായിട്ട് 20 രൂപയെ ആകത്തുള്ളൂ കേട്ടോ. ഈ 2 സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മുറി ഇന്ന് AC പോലെ തണുപ്പാക്കി എടുക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള കണ്ടെയ്നറാണ് കേട്ടോ. ഫുഡൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് കടയിൽ നിന്നും ഇതുപോലെയുള്ള കണ്ടെയ്നർ കിട്ടുമല്ലോ. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഉപയോഗിച്ചാലും മതി. ഏത് കണ്ടെയ്നറാണോ നമ്മൾ എടുക്കുന്നത് ആ ഷേപ്പിൽ വേണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പോഞ്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട്. 2 സ്പോഞ്ച് കട്ട് ചെയ്തെടുക്കേണ്ട. ഇതിൽ 1 സ്പോഞ്ച് മാത്രമാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. മറ്റേ സ്പോഞ്ച് അതുപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന കണ്ടെയ്നർ കുറച്ച് വലുതായതുകൊണ്ട് 2ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ബോക്സ് ഏതാണോ ആ ഷേപ്പിൽ വേണം നമ്മൾ സ്പോഞ്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം എന്താ എനിക്ക് നല്ല ആപ്റ്റായിട്ട് തന്നെ ഈ ഒരു കണ്ടെയ്നറിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പോഞ്ച് സൂട്ടബിൾ ആവും. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇനി ഒരു ബേസിനിൽ കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന സ്പോഞ്ച് ഉണ്ടല്ലോ ഇതിൽ ഡിപ്പ് ചെയ്ത് 2 സൈഡിൽ നല്ലപോലെ വെള്ളം അബ്സോർവ് ചെയ്യത്തക്ക രീതിയിൽ ഡിപ്പ് ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂർ നേരം ഈ ഒരു വെള്ളത്തിൽ തന്നെ ഞാൻ സ്പോഞ്ച് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ വെള്ളത്തിൽ സ്പോഞ്ച് ഇട്ട് വെക്കുമ്പം നല്ലപോലെ വെള്ളം ഈ ഒരു സ്പോഞ്ചിൽ അബ്സോർബ് ആയിക്കോളും. അപ്പം നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തണുപ്പ് കിട്ടും കേട്ടോ. അതിനാണ് കുറച്ച് നേരം ഈ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ സ്പോഞ്ച് മുക്കി വെക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് സ്പോഞ്ച് എടുക്കാം. ഇതിൽ അധികമായിട്ടുള്ള വെള്ളം നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ പോയി കിട്ടും. ഇതുപോലെ പോയി കിട്ടും കേട്ടോ. അപ്പം ബാക്കിയുള്ള വെള്ളമെല്ലാം നമ്മുടെ സ്പോഞ്ചിൽ തന്നെ ഉണ്ടാവും. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് ഒരു രാത്രി മൊത്തവും ഇതിനെ ഒന്ന് ഐസാക്കി എടുക്കണം. സ്പോഞ്ചിൽ ഇതുപോലെ വെള്ളം വെച്ച് ഐസാക്കി നമ്മൾ റൂമിൽ വെക്കുമ്പോൾ ആ ഒരു തണുപ്പ് നമ്മുടെ മുറിയിൽ കുറേ നേരം ഉണ്ടാവും. മാത്രമല്ല ഈ സ്പോഞ്ചിലുള്ള ഐസ് മെൽറ്റ് ആകാനും സമയമെടുക്കും. ഇനി മെൽറ്റ് ആയാൽ കൂടി ആ വെള്ളം സ്പോഞ്ചിൽ തന്നെ നിന്നോളും. അപ്പോൾ നമ്മുടെ സ്പോഞ്ചെല്ലാം ഒരു പാത്രത്തിലേക്കാക്കി ഫ്രീസറിലേക്ക് തണുപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു രാത്രി മൊത്തം ഇതുപോലെ തണുപ്പിക്കാനായിട്ട് ഇതിനുള്ളിൽ തന്നെ ഞാൻ വെക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ അടുത്ത ദിവസം ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. സ്പോഞ്ച് നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനുള്ളിലുള്ള വെള്ളമൊക്കെ നല്ലപോലെ ഐസായി സ്പോഞ്ച് കണ്ടില്ലേ, നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നല്ല ടൈറ്റായിട്ട് കട്ടിയായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 2 കണ്ടെയ്നർ ഉണ്ടല്ലോ അതിൻ്റെ അടിഭാഗത്ത് നിന്ന് 1 ഇഞ്ച് വിട്ട് ചുറ്റിലും നമുക്ക് ഹോൾസ് ഇട്ടെടുക്കണം. ഞാനിപ്പം ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ഒരു കമ്പി ചൂടാക്കി എടുത്തിട്ടാണ് കേട്ടോ ഹോൾസ് ഇട്ട് എടുക്കുന്നത്. സ്റ്റൗവിലേക്കൊന്ന് കാണിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ കുറച്ച് വലുതായിട്ട് തന്നെ നമുക്ക് ഹോൾസ് ഇട്ടെടുക്കാം. ഞാനിനി 2 ബോക്സിലും ഹോൾസ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ 2 ബോക്സും നിറയെ നമ്മൾ ഹോൾസ് ഇട്ടെടുത്തിട്ടുണ്ട്. താഴെ നിന്ന് ഒരു ചെറിയ 1 ഇഞ്ചോളം വിട്ടിട്ടാണ് നമ്മൾ ഹോൾസ് ഇട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന പെഡസ്റ്റൽ ഫാനോ ടേബിൾ ഫാനോ ഏതാണെന്ന് വെച്ചാൽ അതെടുത്ത് അതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ഫാനിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഹോൾ ഇട്ട് വെച്ചിരിക്കുന്ന ബോക്സ് നല്ലപോലെ ടൈറ്റായിട്ട് കെട്ടിവെക്കണം. അതിനായിട്ട് കേബിൾ വയർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ കെട്ടിവെക്കുന്നത്. കേബിൾ ടൈക്ക് പകരമായിട്ട് കുറച്ച് കട്ടിയുള്ള ടോയിൻ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടിവെക്കാം. 2 സൈഡിലും കെട്ടിവെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ഹോൾ ഇട്ട് വെച്ചിരുന്ന 2 ബോക്സും നമ്മുടെ ഫാനിൻ്റെ ബാക്ക് സൈഡിൽ 2 സൈഡിലായിട്ട് ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അധികമായിട്ടുള്ള ആ ഒരു കേബിൾ ടൈയുടെ ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇനി ഈ ഒരു ബോക്സിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് തണുപ്പിച്ച് വെച്ചിരുന്ന സ്പഞ്ച് ഉണ്ടല്ലോ അത് ഇട്ട് വെക്കാം. ഇത് കാണുമ്പം പലർക്കും തോന്നാം ഫാൻ കറങ്ങുന്ന സമയത്ത് വെള്ളം ഫാനിലേക്ക് വീഴുമോ, ഷോക്ക് അടിക്കുമോ എന്നൊക്കെ. ഒന്നുമില്ല കേട്ടോ, വളരെ സേഫായ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്പോഞ്ച് എടുത്തേക്കുന്നത്. സ്പോഞ്ചിന് ഉള്ളിലുള്ള വെള്ളം മെൽറ്റായിട്ട് വരാൻ ഒരുപാട് സമയമെടുക്കും. ഇനി മെൽറ്റ് ആയാൽ കൂടിയും ആ വെള്ളം സ്പോഞ്ചിൽ തന്നെ നിന്നോളും. ഇനി കുറച്ചെങ്ങാനും പുറത്തേക്ക് വന്നാലും നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ടാണല്ലോ ഹോൾസ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം മെൽറ്റായിട്ട് വരുന്ന വെള്ളം ആ ബോക്സിനുള്ളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനും കഴിയും. ഇത്രയും ചെയ്തിട്ട് തന്നെ നമ്മൾ ഫാൻ ഓണാക്കിയാൽ നല്ലൊരു തണുത്ത കാറ്റാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ആ ബാക്കിൽ വെച്ചിരിക്കുന്ന ഐസ് ക്യൂബിലൊക്കെ തട്ടിയിട്ട് നമ്മുടെ ആ ഒരു കാറ്റ് ഫാനിനുള്ളിലേക്ക് വരുമ്പം തന്നെ നല്ല രീതിയിലൊരു തണുപ്പാണ് നമുക്ക് കിട്ടുന്നത്. എയർ കൂളറിൻ്റെയൊക്കെ മുമ്പിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാറ്റുണ്ടല്ലോ അതേപോലെയാണ് കേട്ടോ കിട്ടുന്നത്.
ഈ ഒരു രീതിയിൽ ചെയ്ത് ഫാൻ ഓണാക്കി വെച്ചതിന് ശേഷം കുറച്ചും കൂടെ നല്ല തണുത്ത കാറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പരന്ന പാത്രം ഫാനിന് മുന്നിൽ വെച്ച് കൊടുത്ത് നമ്മൾ രണ്ടാമത് തണുപ്പിച്ച് വെച്ചിരുന്ന സ്പഞ്ച് ഉണ്ടല്ലോ അത് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുറി മുഴുവനും AC ഓണാക്കുമ്പോൾ എങ്ങനെയാണോ തണുപ്പ് കിട്ടുന്നത് ആ രീതിയിലൊരു തണുപ്പ് കിട്ടും. മുറിയുടെ വാതിലും ജനലും ഒക്കെ അടച്ച് ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു രാത്രിയൊക്കെ ഫുള്ള് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. പുറത്ത് എത്ര ചൂടുണ്ടെങ്കിലും നമ്മുടെ മുറിക്കുള്ളിലേക്ക് ചൂട് വരത്തേയില്ല. ഈ ഒരു ചൂട് സമയത്ത് AC ഒന്നും ഇല്ലാത്തവർ ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാനായിട്ട് മറക്കരുത്. നല്ല സേഫ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.